2018 പ്രളയകാലം ആരും മറക്കരുത്. പ്രളയകാലത്തെ നമ്മൾ അതിജീവിച്ചത് ജനങ്ങളുടെ കൂട്ടായ്മയിൽ അതിജീവിച്ചതിന് ശേഷം അത് സർക്കാരിൻ്റെ വകയാണെന്നൊക്കെ പറഞ്ഞ് ഒരുപാട് PR തള്ളിയിട്ടുണ്ട്. പ്രളയകാലത്ത് ജലപരിസ്ഥിതി ദുരന്ത പരിപാലന മേഖലകളിലൊക്കെ ചെറിയ ചെറിയ സംഭാവനകൾ നൽകിയിട്ടുള്ള ആളെന്നുള്ള നിലയിൽ മിക്ക ചാനലുകളിലും ഞാനൊരു എക്സ്പേർട്ട് ഒപ്പീനിയന് വന്നിട്ടുണ്ട്. ചാനലുകളുടെ ആർക്കൈവുകൾ പരിശോധിച്ചാൽ മനസ്സിലാവും. ന്യൂസ് 18 ചാനലിൽ രാത്രികൾ തന്നെ നിരവധി മണിക്കൂറുകൾ ചെലവഴിച്ചിട്ടുണ്ട്. അന്ന് മണിയാശാനാണ് ഇലക്ട്രിസിറ്റി ബോർഡ് മന്ത്രി. ഇലക്ട്രിസിറ്റി ബോർഡ് മന്ത്രി മണിയാശാനും ഇന്ത്യൻ ആഡിറ്റ് ആൻഡ് അക്കൗണ്ട് സർവീസിൽ നിന്ന് വന്നിട്ടുള്ള ഒരു വ്യക്തിയാണ് അന്നത്തെ ചെയർമാൻ ഇലക്ട്രിസിറ്റി ബോർഡിൻ്റെ. അദ്ദേഹത്തിന് ഓഡിറ്റും അക്കൗണ്ട്സും അല്ലാതെ എഞ്ചിനീയറിംഗ് കാര്യങ്ങളൊന്നും അറിയത്തില്ല. അന്ന് മാത്യു ടി തോമസ് ആണ് മന്ത്രി, ജലസേന വകുപ്പ് മന്ത്രി. ഈ മാത്യു ടി തോമസിനോടും അതുപോലെ തന്നെ ഈ മണിയാശാനോടും നിരന്തരം ചാനലിൽ നേരിട്ട് വരുമായിരുന്നു. അന്ന് ഇടതുപക്ഷത്തിലുള്ള ഒരുപാട് നേതാക്കളുമായിട്ട് ചാനൽ ചർച്ചയ്ക്ക് വരുമായിരുന്നു. അന്നെല്ലാം ഒരു പാനലിസ്റ്റ് എന്നുള്ള നിലയിൽ ഞാൻ വളരെ കൃത്യം ഡേറ്റ വെച്ച് പറയുമായിരുന്നു. ഇടുക്കി ഡാമിൽ ഇത്ര വെള്ളം കൂടുന്നു, മുല്ലപ്പെരിയാറിൽ ഇത്ര വെള്ളം കൂടുന്നു, 2 ദിവസം കൂടി ഇത്ര മഴ വരാൻ സാധ്യതയുണ്ടെന്ന് കണക്കുകൾ വരുന്നു, ഡാം നാളെ രാവിലെ തുറക്കണം കുറച്ചെങ്കിലും, അല്ലെങ്കിൽ ഡാം തുറക്കരുത്. ഇങ്ങനെ ഡാം തുറക്കുന്നതുമായി ബന്ധപ്പെടുത്തി നിരവധി കണക്കുകളും ഡേറ്റകളും അവതരിപ്പിച്ചുകൊണ്ട് വളരെ കൃത്യമായി മന്ത്രിമാരോട് ഞാൻ സംസാരിച്ചിരുന്നു. ഓപ്പൺ ഡിബേറ്റ് പോലാണ്, സംവാദത്തിലാണ്. മണിയാശാൻ എന്നോട് പറഞ്ഞത്, താങ്കളെപ്പോലുള്ള ആളുകൾ പറയുന്നത് ഞങ്ങൾ മുഖവിലേക്ക് എടുക്കും, ഞങ്ങളുടെ ചീഫ് എഞ്ചിനീയർമാരുമായിട്ടൊക്കെ ഇത് ആലോചിക്കുമെന്നാണ്. സന്തോഷം തോന്നി. ഒരു മന്ത്രി അങ്ങനെ പറയുമ്പോൾ അത് നടക്കുമായിരിക്കുമല്ലോ. മാത്യു ടി തോമസ് ഇടുക്കി ഡാമിൻ്റെ അടുത്ത് നിന്നുകൊണ്ട് മാത്യു ടി തോമസ് അവിടെ നിന്ന് ബൈറ്റ് കൊടുത്തിട്ടുണ്ട്. ആ ബൈറ്റിലും ഞാൻ പ്രതികരിച്ചിട്ടുണ്ട്. അതിശക്തമായിട്ടാണ് പ്രതികരിച്ചത്. ഡാം തുറക്കണം, അല്ലെങ്കിൽ പ്രളയമുണ്ടാകും. അസമയത്ത് ഇപ്പം തുറന്നില്ലെങ്കിൽ, ഇപ്പം തുറന്നാൽ പ്രളയം ഉണ്ടാവില്ല, വെള്ളം നിയന്ത്രിച്ച് വിടാൻ പറ്റും. ഇനി ഒരു മഴ കൂടെ വന്നാൽ, 2 മഴ വന്നാൽ നിങ്ങൾക്ക് നിയന്ത്രിക്കാനാകാതെ ഡാം തുറക്കേണ്ടി വരും. എന്താണ് സംഭവിച്ചത്? ഇപ്പോഴിതാ മാത്യു കുഴൽനാടൻ വർഷങ്ങൾ അതിനുശേഷം ആ പ്രളയം മാൻമേഡ് പ്രളയമായിരുന്നു, മനുഷ്യനിർമ്മിത പ്രളയമായിരുന്നു. അതിനുവേണ്ടി IIT-കളിലെ ചില ആളുകളുടെ പഠനം വെച്ചു. IIT-കളുടെ പഠനം വെച്ചപ്പോൾ കോഴിക്കോട് ജില്ലയിലെ ഒരാൾ IIT-യിലെന്ന് പ്രൊഫസറാണ്, എഞ്ചിനീയറാണ്. അദ്ദേഹം ഒരു SFI-കാരനാണ്, അദ്ദേഹം CPM-കാരനാണ്. പിണറായിയുടെ മന്ത്രിസഭയും CPM-മായി ബന്ധപ്പെട്ടിട്ടുള്ള ശ്രീമതി ടീച്ചറുടെയോ ബന്ധം, ആ ഒരു റിലേഷനിലുള്ള ആരുടെയോ ബന്ധുവാണ്. എനിക്കത് കറക്റ്റ് അറിയാത്തതുകൊണ്ട് ഞാൻ ക്ലെയിം ചെയ്യുന്നില്ല. അദ്ദേഹത്തിനെ വെച്ചുകൊണ്ടൊരു കമ്മിറ്റി ഉണ്ടാക്കി IIT. അദ്ദേഹം കമ്മിറ്റിയുടെ റിപ്പോർട്ട് കൊടുത്തു. കമ്മിറ്റിയുടെ റിപ്പോർട്ട് കൊടുത്തതിൻ്റെ പ്രതിഫലമായി അദ്ദേഹത്തിനെ 10 വർഷക്കാലം കേരള സയൻസ് ആൻഡ് ടെക്നോളജിയുടെ വൈസ് പ്രസിഡന്റായിട്ട് ഇരുത്തി. ഇപ്പം അദ്ദേഹം റിട്ടയറല്ല, അവിടെ നിന്ന് മാറി ആ പോസ്റ്റിൽ നിന്ന്. കേരളത്തിൻ്റെ ചരിത്രത്തിൽ ഇതുവരെ സയൻസ് ആൻഡ് ടെക്നോളജിയുടെ വൈസ് പ്രസിഡന്റ് സ്ഥാനത്തേക്ക് ക്യാബിനറ്റ് റാങ്കല്ല, പിന്നെ അഡീഷണൽ ചീഫ് സെക്രട്ടറി റാങ്കാന്നോ, ക്യാബിനറ്റ് റാങ്കല്ല, അഡീഷണൽ ചീഫ് സെക്രട്ടറി റാങ്കുള്ള വളരെ വലിയ പൊസിഷനുള്ള സ്റ്റെക്ക് എന്ന് പറയുന്ന കേരള സ്റ്റേറ്റ് സയൻസ് ടെക്നോളജി ആൻഡ് എൻവയോൺമെന്റ് കമ്മിറ്റി, ശാസ്ത്ര സാങ്കേതിക പരിസ്ഥിതി കൗൺസിൽ, അതിൻ്റെ വൈസ് പ്രസിഡന്റായിട്ട് 2 പ്രാവശ്യം തുടർച്ചയായിട്ട് ഒരേ ഒരാളെ ഇരുന്നിട്ടുള്ളൂ. അത് പ്രളയം മുക്കിയത് പ്രകൃതിയാണെന്ന് പറഞ്ഞു കൊടുത്ത റിപ്പോർട്ടിനാണ്. അദ്ദേഹം ആ റിപ്പോർട്ട് കൊടുത്തതിന് ശേഷം ആ റിപ്പോർട്ടിനെ ചലഞ്ച് ചെയ്തുകൊണ്ട് അദ്ദേഹത്തിൻ്റെ IIT-യിലെ ആളുകൾ തന്നെ, വെളിയിലുള്ളവർ പോട്ടെ, അദ്ദേഹത്തിൻ്റെ IIT-യിലെ പ്രൊഫസർമാർ തന്നെ, ഞാൻ IIT-യുടെ പേരൊന്നും പറയുന്നില്ല, ബോംബെ ആണോ മദ്രാസ് ആണോ എന്ന് ഞാൻ പറയുന്നില്ല. കാരണം എന്തിനാണ് വെറുതെ ഒരു IIT-യെ വലിച്ചഴക്കുന്നത്?
IIT ഒക്കെ വലിയ പ്രസ്ഥാനമാണ്, വലിയ ഇൻറ്റഗ്രിറ്റി ഉള്ളവർക്ക് വർക്ക് ചെയ്യാനുള്ളതാണ്. പക്ഷേ മെരിറ്റ് കൊണ്ട് കുറേ ഇതുപോലത്തെ രാജ്യദ്രോഹികളും കയറി പറ്റും, രാജ്യത്ത് ഒറ്റുകൊടുക്കുന്നവർ കയറി പറ്റും. അതിൽ കയറിപ്പറ്റിയ ഒരു രാജ്യദ്രോഹ ഒറ്റുകൊടുക്കലാണ്. ഒറ്റുകൊടുക്കൽക്കാരനായിരുന്നു കേരളത്തിൽ. രാജ്യത്തെ ഒറ്റുകൊടുത്ത, സംസ്ഥാനത്തെ ഒറ്റുകൊടുത്ത, റിപ്പോർട്ട് കൊടുത്ത് പിണറായിയുടെ മുഖം കോടതിയിൽ രക്ഷിച്ചു. അതിന് പ്രത്യുപകാരമായിട്ട് 10 വർഷം അദ്ദേഹം സയൻസ് ആൻഡ് ടെക്നോളജി ചെയർമാനായിരുന്നു. ഞാൻ പേരൊന്നും പറയുന്നില്ല. ആ റിപ്പോർട്ട് നടന്ന കാലയളവിൽ, ആ പ്രളയമുണ്ടായ കാലത്ത് മാത്യു ടി തോമസ് ആണ് ജലസേന വകുപ്പ് മന്ത്രി. ആദർശത്തിൻ്റെ അപ്പോസ്തലൻ, പുണ്യവാളൻ, ഗാന്ധിയൻ, ശർക്കര കുടത്തിൽ കൈയിട്ടാൽ പോലും നക്കാത്തവൻ, കഴുകിക്കളയുന്നവൻ, പഞ്ചസാര കണ്ടാൽ മാറിപ്പോകുന്നവൻ, വളരെ വലിയ പുണ്യവാളൻ ജോഷി എന്ന് പറയുന്ന ആളാണ് ചീഫ് എഞ്ചിനീയർ. അങ്ങനെ ജോഷി ചീഫ് എഞ്ചിനീയർ ആയിരിക്കുമ്പോഴും ഞാനിപ്പോൾ ഈ വാർത്ത ഏഷ്യാനെറ്റിൽ മാത്യു കുഴൽനാടൻ പുറത്തുവിട്ടതിന് ശേഷം ഒരു വാർത്ത പുറത്തുവിട്ടു ഏഷ്യാനെറ്റിലൂടെ. കൃഷ്ണൻകുട്ടി മന്ത്രിയുടെ വോയിസാണ്. കൃഷ്ണൻകുട്ടി മന്ത്രി നിഷേധിച്ചിട്ടുമില്ല. കൃഷ്ണൻകുട്ടി മന്ത്രി, ഇപ്പോഴത്തെ ഇലക്ട്രിസിറ്റി മന്ത്രി കൃഷ്ണൻകുട്ടി മന്ത്രി, പാർട്ടിക്കകത്തുള്ള ഉൾപ്പോരുകളുടെയും ഗ്രൂപ്പ് പ്രവർത്തനത്തിൻ്റെ ഭാഗമായി മാത്യു ടി തോമസിനെതിരെ മറ്റൊരു സുഹൃത്തിനോട് പറയുന്ന വോയിസാണത്. അത് നിഷേധിച്ചിട്ടില്ല. ആ വോയിസിൽ കുറേ കാര്യം പറയുന്നുണ്ട്, ഞാൻ വരാം. മാത്യു ടി തോമസ് ആണ്. ആ മാത്യു ടി തോമസിനോടും ഞാൻ പറഞ്ഞിരുന്നു, ഈ രംഗത്ത് നിൽക്കുന്ന സാങ്കേതികമായി കാര്യങ്ങൾ പഠിക്കാനും വിലയിരുത്താനും നടക്കുന്ന ഒരാളെന്നുള്ള നിലയിൽ അത് സൂചിപ്പിച്ചിരുന്നു. ഡാമുകളുടെ മാനേജ്മെൻറ്റ് ഇങ്ങനെ പോയാൽ കേരളത്തിൽ പ്രളയമുണ്ടാകും. ശരിക്കും ഇപ്പോൾ മാത്യു കുഴൽനാടൻ പുറത്തുവിട്ടിരിക്കുന്ന വാർത്ത അനുസരിച്ച് തോട്ടപ്പള്ളി സ്പിൽവേ സമയത്ത് തുറക്കാത്തതിൻ്റെ പ്രശ്നങ്ങൾ, സമയത്ത് തുറന്നാൽ അതിൻ്റെ തൊട്ട് താഴെയുള്ള മണൽ തുരുത്ത് പുറത്തു പോകും. ആ മണൽ തുരുത്ത്, മണൽപ്പിത്ത് എടുത്തിരിക്കുന്നത് 62 രൂപ ക്യൂബിക് മീറ്ററിന് ഒരു കമ്പനിയാണ് എടുത്തിരിക്കുന്നത്. ആ കമ്പനി 2000 രൂപയ്ക്ക് അത് വിൽക്കും. 60 രൂപയ്ക്ക് എടുക്കുന്ന ഒരു സാധനം 2000 രൂപയ്ക്ക് വിറ്റാൽ 10-25 കോടി രൂപയ്ക്ക് എടുക്കുന്ന, ലേലത്തിൽ എടുക്കുന്ന സാധനം 300 കോടിക്ക് വിൽക്കാൻ പറ്റും. അതിൽ പ്രിയപ്പെട്ട ബഹുമാനപ്പെട്ട ചീഫ് എഞ്ചിനീയർ ജോഷിക്ക് എത്ര രൂപയാണ് കിട്ടിയതെന്ന് ജോഷിയും ജോഷിയുടെ കൂടെയുള്ളവരും പറയണം. അങ്ങനെ കിട്ടിയെന്നാണ് ജോഷിയും മാത്യു ടി തോമസും ജോർജ് തോമസും, പെങ്ങളുടെ ഭർത്താവ് ജോർജ് തോമസും കൂടി ഉണ്ടാക്കിയ ഗൂഢാലോചനയുടെ ഫലമായി 300 കോടി രൂപയുടെ അഴിമതി നടന്നതിൻ്റെ കൂടെ ഭാഗമായിട്ടാണ് തോട്ടപ്പള്ളി സ്പിൽവേ സമയത്ത് തുറക്കാതെ അവിടെ പ്രളയം, പിന്നെ ക്രമാതീതമായി വെള്ളം വരികയും പ്രളയമാവുകയും ചെയ്തതെന്നാണ് കൃഷ്ണൻകുട്ടിയുടെ വോയിസ്, എൻ്റെ വോയിസ് അല്ല. അതുപോലെ തന്നെ മണിയാർ ഡാമിൻ്റെ മുകളിൽ ഇലക്ട്രിസിറ്റി ഉണ്ടാക്കുന്ന സ്വകാര്യ കമ്പനികൾ ഉൾപ്പെടെയുള്ള ഇലക്ട്രിസിറ്റി ഉണ്ടാക്കുന്നതിൽ വെള്ളം അവിടെ ശേഖരിക്കാൻ പാടില്ലാത്ത സ്ഥലത്ത് വെള്ളം അനധികൃതമായി ശേഖരിക്കുകയും അതിന് അനുവാദം കൊടുക്കുകയും ചെയ്തത് ജോഷിയാണ്, അല്ലെങ്കിൽ മാത്യു ടി തോമസ് ആണ്. അതിൻ്റെ നിർദ്ദേശപ്രകാരം അത് പെൻസ്റ്റോക്ക് വഴി വന്നിരുന്ന വെള്ളത്തിനെ അത് നിറയ്ക്കാൻ പാടില്ലാത്ത ഡാമിൽ വെള്ളം നിറയ്ക്കുകയും അവിടെ ഒരു മരം വീണ്, വലിയൊരു മരം വീണ് പ്രശ്നം, അതിൻ്റെ ഒഴുക്ക് തടസ്സപ്പെടുകയും ആ സമയത്ത് തമിഴ്നാട്ടിൽ ഒരു പ്രൈവറ്റ് കമ്പനി, ഇലക്ട്രിസിറ്റി വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന കമ്പനിക്ക് വെള്ളം അങ്ങോട്ട് കൊണ്ടുപോകാൻ കഴിയാത്ത സാഹചര്യം വന്നപ്പോൾ ആ കമ്പനിയുടെ കരാർ എടുത്തിരിക്കുന്ന ആൾ കേരളത്തിൽ വന്ന് ജോഷിയെയും മാത്യു ടി തോമസിനെയും കണ്ടുവന്നും അവിടെ കൈക്കൂലി കൊടുത്തുവെന്നും അതിൻ്റെ ഫലമായി വെള്ളം കേരളത്തിലേക്ക് തുറന്നു വിട്ടുവെന്നും അങ്ങനെയാണ് ചെങ്ങന്നൂർ ഭാഗമെല്ലാം വെള്ളത്തിലായത്. സജി ചെറിയാൻ വിളിച്ചില്ലേ ഹെലികോപ്റ്ററിൽ, അപ്പം കൊണ്ടുവരൂ, വെള്ളം കൊണ്ടുവരുമെന്ന് കരഞ്ഞില്ലേ സജി ചെറിയാൻ? മിസ്റ്റർ സജി ചെറിയാൻ, നിങ്ങളുടെ കരച്ചിലിൻ്റെ കാരണക്കാരൻ മാത്യു ടി തോമസും ജോഷിയും ഉൾപ്പെടെയുള്ള സംഘമാണെന്ന് മണിയാശാനും അന്നത്തെ മന്ത്രിസഭയിലുള്ളവരുമാണെന്ന് ഞാനല്ല പറയുന്നത്, ഇന്നത്തെ മന്ത്രി പറയുന്നതായി ഏഷ്യാനെറ്റിലൂടെ ന്യൂസ് പുറത്തു വന്നിട്ടുണ്ട്. പറമ്പിക്കുളം ആലിയാറിൻ്റെ കണക്ക്, പറമ്പിക്കുളം ആലിയാർ ഓരോ വർഷവും ഓരോ സംസ്ഥാനത്തിലുള്ളവരാണ് അതിൻ്റെ മോണിറ്ററിംഗ് നടത്തുന്നത്. കേരളത്തിൽ 1400 ക്യൂബിക് മീറ്റർ വെള്ളത്തിൻ്റെ കഥ പറയുന്നുണ്ട്. അവിടെ പിന്നെ വൈദ്യുതി ഉൽപ്പാദിപ്പിക്കണം. 35 മെഗാവാട്ടിന് പകരം 25 മെഗാവാട്ട് വൈദ്യുതിയാണ് ഉൽപ്പാദിപ്പിച്ചത്. സ്വാഭാവികമായി അവിടെയും വെള്ളം നിറഞ്ഞു. ആ വെള്ളത്തിൻ്റെ കരാറുകാരും തമിഴ്നാട്ടിൽ നിന്ന് ജോഷിയെയും മന്ത്രിയെയും കണ്ടു. അങ്ങനെ അതിൻ്റെ കഥയുണ്ട്. പെരിങ്ങൽകുത്ത് ഡാം തുറന്നു വിട്ടതിൻ്റെ കഥയുണ്ട്. ചാലക്കുടി പുഴ ഇല്ലാതാക്കിയത് അങ്ങനെയാണ്. അങ്ങനെ കേരളത്തിലെ മനുഷ്യനെ വെള്ളത്തിൽ മുക്കിക്കൊന്നത്
2 3 4 പേരുടെ പണത്തോടുള്ള ആർത്തിയാണ്, അത്യാർത്തിയാണ്. ആ മാത്യു ടി തോമസും ഇപ്പോൾ മത്സരിക്കുന്നുണ്ട്. എനിക്ക് അദ്ദേഹത്തോട് വ്യക്തിപരമായ എതിർപ്പൊന്നുമില്ല. ഞാനും ഇന്നലെ വരെ ധരിച്ചിരുന്നത് ആദർശത്തിൻ്റെ അപ്പോസ്തലനും പുണ്യവാളനുമാണെന്നാണ്. പക്ഷെ ഇപ്പോൾ കേൾക്കുന്ന കഥകൾ എത്ര വിചിത്രമാണ്. ആ വോയിസ് കൃഷ്ണൻകുട്ടിയുടേത് തന്നെയാണെങ്കിൽ ഗുരുതരമായ ക്രിമിനൽ കുറ്റത്തിന് കേസെടുക്കണം. ഈ പറയുന്നവരുടെ എല്ലാം പേരിൽ ഒരു ജനതയെ വെള്ളത്തിൽ മുക്കിക്കൊന്നതിൻ്റെ മുഴുവൻ ഉത്തരവാദിത്വവും പിണറായി വിജയനും സംഘവും ഏറ്റെടുക്കേണ്ടി വരും. ഇത്രയും കർക്കശമായി ഹാർഷായി പറയേണ്ടി വരുന്നത് ഇന്ന് മാത്യു കുഴൽനാടൻ പുറത്തുവിട്ടിരിക്കുന്ന, ഏഷ്യാനെറ്റിലൂടെ പുറത്തുവിട്ടിരിക്കുന്ന അതീവ ഗൗരവതരമായ ഒരു വോയിസാണ്. ആ വോയിസ് കൃഷ്ണൻകുട്ടി മന്ത്രിയുടേതാണെങ്കിൽ, അദ്ദേഹം ആർക്കെങ്കിലും അത് അയച്ചതാണെങ്കിൽ, അത് ലീക്ക് ചെയ്ത് പുറത്തു വന്നതാണെങ്കിൽ, അത് എന്തിൻ്റെ പേരിൽ പുറത്തു വന്നെങ്കിലും അത് ഗൗരവമായി ചർച്ച ചെയ്യണം. ഞാൻ നേരെ സന്തുഷ്ടനാണ്. കാരണം ഞാൻ ഒരുപക്ഷെ ഒറ്റയാനായിട്ടായിരിക്കും ചാനലുകളിൽ പറഞ്ഞത്, ഒരുപാട് ചാനലുകളിൽ പറഞ്ഞു, ഓൺലൈൻ ചാനലുകളിലുമൊക്കെ പറഞ്ഞു. അപ്പോൾ ഇവൻ ആരാണ്, ഇവൻ എന്താണ് യോഗ്യത എന്നെല്ലാം പറഞ്ഞ് ബഹളമുണ്ടാക്കിയ ഒരുപാട് പേരുണ്ട്. ഭീഷണിപ്പെടുത്തിയവരുണ്ട്, കൊന്നുകളയുമെന്ന് പറഞ്ഞവരുണ്ട്. എന്തായാലും ജീവിച്ചിരിക്കുന്നു. അന്ന് എനിക്ക് ചാനലില്ല, എനിക്ക് സ്വന്തം ചാനലില്ല എങ്കിൽ ഞാൻ ഇതൊക്കെ കുറച്ചുകൂടി ആധികാരികമായി പറയുമായിരുന്നു. ടി വി ചർച്ചകളിൽ പോകുമ്പോൾ കിട്ടുന്ന സമയത്തിൻ്റെ പരിമിതി ഉണ്ടല്ലോ, അതിനകത്ത് നിന്നുകൊണ്ടാണ് പറഞ്ഞത്. ഞാൻ വളരെ കൃത്യമായി കേരളത്തിൽ പറഞ്ഞു, അത് മാൻമെയ്ഡ് ഡിസാസ്റ്ററാണ്, മനുഷ്യനിർമ്മിത പ്രളയമാണ്. അതിന് കൂട്ടുനിന്നവർക്കെല്ലാം പദവികളും പണവും കിട്ടിയിട്ടുണ്ട്. കേരളമേ കരയുക, വീണ്ടും വീണ്ടും നിന്റെ വിധി.